അതിവേഗത്തിലായിരുന്നു ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള രണ്ടാം വരവ് പദ്ധതിയിട്ടത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സേനകൾക്ക് മുന്നൊരുക്കങ്ങൾക്ക് വലിയ സമയം കിട്ടിയില്ല. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനൊപ്പം തൃപ്രയാർ സന്ദർശനവും കൂട്ടിച്ചേർത്തു. ഒരാഴ്ച മുൻപാണ് ഇതിൽ വ്യക്തത വന്നത്. ഇതോടെ SPG അടക്കമുള്ള സുരക്ഷാ ഏജൻസിക്ക് വെല്ലുവിളി കൂടി. ഈ വെല്ലുവിളികളെ മുന്നിൽ നിന്നും ഏറ്റെടുത്തത് ഒരു IPS ഓഫീസറാണ്. SPG ADGP സുരേഷ് രാജ് പുരോഹിത, കേരള കേഡറിലെ IPSകാരൻ, തൃശ്ശൂരിനെ ശരിക്കും അറിയാവുന്ന ഉദ്യോഗസ്ഥൻ. വിവാദങ്ങളുടെ വഴിയെ സഞ്ചരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് കൂറുമാറിയ സുരേഷ് രാജ് പുരോഹിത ഒടുവിൽ ആ പോലീസുകാരൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ടീമിലെ പ്രധാനിയാകുന്നു. മോദിയുടെ അതിവിശ്വസ്തനാകുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെയും കാര്യസാധ്യത്തിനായി പോവാത്ത, നട്ടെല്ലുയർത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ വിരളമാണ്. അത്തരം സത്യസന്ധരായ കർക്കശക്കാരായ ഉദ്യോഗസ്ഥരുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ അതിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുരേഷ് രാജ് പുരോഹിത. എന്നിട്ടും കേരളത്തിൽ വിവാദങ്ങൾ ഈ IGയെ തേടിയെത്തി. തൃശ്ശൂരിൽ പോലീസ് അക്കാദമി IG ആയിരുന്ന സുരേഷ് രാജ് പുരോഹിതിൻ്റെ പ്രായപൂർത്തിയാവാത്ത മകൻ IGയുടെ ഔദ്യോഗിക വാഹനം ഓടിച്ചത് ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതിനായി ക്യാമറയിൽ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകിയവർ ലക്ഷ്യമിട്ടതെല്ലാം നേടി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏതെല്ലാം തരത്തിൽ വിവാദമുണ്ടാകുമെന്ന് പുരോഹിതിന് നന്നായി അറിയാം. അത് മനസ്സിലാക്കിയായിരുന്നു SPGയുടെ നീക്കങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹങ്ങൾ മോദിക്ക് വേണ്ടി മാറ്റിവെച്ചുവെന്ന പഴി പ്രധാനമന്ത്രിക്ക് മേൽ ചാർത്താനുള്ള ശ്രമവും പുരോഹിത് വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ഒരു കല്യാണവും മാറ്റിവെക്കേണ്ടതില്ല എന്നും എല്ലാ നൂലാമാലകളും മാറ്റിവെച്ച് പുരോഹിത് തീരുമാനിച്ചു. വിവാഹങ്ങൾ മാറ്റാതെ തന്നെ പ്രധാനമന്ത്രിക്ക് ഗുരുവായൂരിൽ പഴുതടച്ച സുരക്ഷയൊരുക്കി. ഇതിനൊപ്പം നവദമ്പതികൾക്ക് മോദി ആശീർവാദവും നൽകി. ഒരു വിവാഹം പോലും മാറ്റിവെക്കാതെ കല്യാണ കുടുംബങ്ങളെ എല്ലാം മോദിക്ക് പിന്നിൽ അണിനിരത്തി. സാധാരണ ഇത്തരം പരീക്ഷണങ്ങൾക്ക് SPG തയ്യാറാകില്ല. ഇത് മനസ്സിലാക്കിയാണ് വിവാഹത്തിലെ ചർച്ച സൈബർ സഖാക്കൾ തുടങ്ങിയത്. അത് എല്ലാ അർത്ഥത്തിലും SPG പരാജയപ്പെടുത്തി. അതിന് കാരണം തൃശ്ശൂരിനെയും കേരളത്തിലെ വിവാദ രീതികളെയും അടുത്തറിയാവുന്ന പുരോഹിതിൻ്റെ നിലപാടുകളാണ്. ഏതായാലും മോദിക്ക് പഴുതടച്ച സുരക്ഷയൊരുക്കിയതിനൊപ്പം വിവാദങ്ങളിൽ പ്രധാനമന്ത്രി ചെന്നു ചാടില്ല എന്നും സുരേഷ് രാജ് പുരോഹിത ഉറപ്പിച്ചു. SPGയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് സുരേഷ് രാജ് പുരോഹിതാണ്. മുൻപ് മുത്തങ്ങയിലെ ഓപ്പറേഷനിലും സുരേഷ് രാജ് പുരോഹിത പഴികേട്ടു. ആ ഓപ്പറേഷന് മുന്നിൽ ഈ ഓഫീസറും ഉണ്ടായിരുന്നു. പിന്നീട് കരിപ്പൂർ എയർപോർട്ടിൽ CISFും ഫയർഫോഴ്സും പരസ്പരം ഏറ്റുമുട്ടി ഒരു ഓഫീസർ കൊല്ലപ്പെട്ട ഭയാനകമായ അന്തരീക്ഷം ശാന്തമാക്കാനും നിയോഗിക്കപ്പെട്ടവരിൽ പ്രമുഖനും ഈ IPS ഓഫീസറായിരുന്നു. കണ്ണൂർ റേഞ്ച് IG ആയിരിക്കെ ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തതിനാണ് സുരേഷ് രാജ് പുരോഹിതിനെ പോലീസ് അക്കാദമിയിലേക്ക് തെറിപ്പിച്ചത്. പിണറായിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് സുരേഷ് രാജ് പുരോഹിത പോലീസ് ആസ്ഥാനത്തെ താക്കോൽ സ്ഥാനത്തെത്തിയിരുന്നു. എന്നാൽ ചിലർക്ക് ആ നിയമനം പിടിച്ചില്ല. എങ്ങനെയും സുരേഷ് രാജ് പുരോഹിതിനെ പുറത്താക്കാനായിരുന്നു അവരുടെ ശ്രമം. പോലീസ് ആസ്ഥാനത്ത് RSS അജണ്ട നടപ്പാക്കുമെന്നും തടയാമെങ്കിൽ തടയൂവെന്നും പോലീസ് ആസ്ഥാനം IG ആയിരിക്കെ പുരോഹിത് വെല്ലുവിളി നടത്തിയെന്ന വിവാദമെത്തി. പോലീസ് ആസ്ഥാനത്ത് നടപ്പാക്കുന്ന പരിഷ്കരണങ്ങൾക്കെതിരെ പരസ്യ നിലപാടെടുത്ത ഉദ്യോഗസ്ഥരെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് IG സുരേഷ് രാജ് പുരോഹിത വെല്ലുവിളിച്ചതെന്നായിരുന്നു പരാതികൾ. തൃശ്ശൂർ പോലീസ് അക്കാദമിയിലെ അപ്രഖ്യാപിത ബീഫ് നിരോധന വിവാദത്തെ തുടർന്ന് സ്ഥലം മാറ്റം ലഭിച്ച ഉദ്യോഗസ്ഥനായ സുരേഷ് പുരോഹിതിനെ കുടുക്കാൻ പോകുന്ന വിവാദമായിരുന്നുവെന്ന് NGO യൂണിയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് കണ്ട് പരാതി പറഞ്ഞിരുന്നു. തൃശ്ശൂർ പോലീസ് അക്കാദമി IG ആയിരിക്കെ അക്കാദമി ക്യാൻറ്റീനിലെ അപ്രഖ്യാപിത ബീഫ് നിരോധനം വിവാദമായിരുന്നു. 2 വർഷത്തോളം ക്യാൻറ്റീനിൽ ബീഫ് വിഭവങ്ങൾ വിളമ്പാൻ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റ ശേഷം ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയതോടെയാണ് അക്കാദമിയിലെ ബീഫ് നിരോധനം നീങ്ങിയത്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് RSS അജണ്ട ചർച്ചയാക്കിയത്. ഇതോടെ സുരേഷ് രാജ് പുരോഹിത ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിലേക്ക് പോയി. അത് നിർണായക ഉത്തരവാദിത്തങ്ങൾ ഈ IPSകാരന് നൽകുകയും ചെയ്തു.